ഇപ്പോൾ ഒരു സർവീസ് റോഡ് വരുന്നതോടുകൂടി ഇവർക്കൊക്കെ നല്ലൊരു കിട്ടലാണ്. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നല്ലൊരു കിട്ടലാണ് ഈ റോഡിൻ്റെ, സർവീസ് റോഡിൻ്റെ വർക്ക്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് റോഡ് കുറച്ച് പൊങ്ങിയതുകൊണ്ട് ഇവർക്ക് കറക്റ്റാണ്. ഇവിടെയൊക്കെ ഭൂമി, ഇവരെ ഈ ഹൈറ്റുള്ള ഭൂമിയായിട്ട് ഈ സർവീസ് റോഡ് കറക്റ്റാണ്. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഹൈലൈറ്റ് മാളിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് നമ്മുടെ തൊണ്ടയാട് ഭാഗത്തേക്കുള്ള പുതിയ അപ്ഡേഷനാണ്. പുതിയ വർക്കുകൾ എന്തൊക്കെയായി നോക്കാം. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാം കാണിച്ചു തരാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ, കുറച്ച് അങ്ങോട്ട് ദൂരത്തേക്കുള്ള കാഴ്ചകളും തൊണ്ടയാട് വരെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണട്ടോ. ഓക്കെ, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്കൊരു ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇത് കണ്ടില്ലേ, ഞാനിതാ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ കേട്ടോ. അവിടെ നിന്ന് മേത്തോട്ടാഴത്തേക്ക് പോകുന്ന ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കൂടെയുള്ള കാഴ്ച കേട്ടോ. അവിടെ നിന്നുള്ള വർക്ക് ഇതുവരെ ഏകദേശം ഫിനിഷിങ്ങിലേക്കാട്ടോ. സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ സർവീസ് റോഡ് അങ്ങനെ പോയിട്ട് നമ്മുടെ മേത്തോട്ടാഴത്തേക്ക് പോണ റോഡിൻ്റെ അപ്പുറത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാട്ടോ. അത് മാത്രം പോലെ ഇവിടെ കുറച്ച് വർക്ക് നടക്കാനുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 വരിപ്പാതയുടെ ടാറിങ് വരെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ, ഡിവൈഡറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇവിടെ നമ്മുടെ കോപ്പർ ഫോളിയ ഹോട്ടൽ ലക്ഷറി പ്ലസ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുക കേട്ടോ. കോൺക്രീറ്റ് വാളിൻ്റെ നടക്ക് ഫൗണ്ടേഷന് ഏകദേശം 3 മീറ്ററോളം ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവരിവിടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഫൗണ്ടേഷൻ്റെ ഒരുപാട് വ്യത്യസ്തത കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചുകൂടി കൂട്ടിക്കിന് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ കൂട്ടിയാൽ തന്നെ ഉള്ളൂ ആ കോൺക്രീറ്റിനൊരു ഉറപ്പുണ്ടാവുള്ളൂ കേട്ടോ. മണ്ണ് തിക്കിയാൽ അങ്ങോട്ട് മറയാത്ത തോതിൽ നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫൗണ്ടേഷൻ സെറ്റായിരിക്കണം. ഇവിടെയൊക്കെ കോൺക്രീറ്റൊക്കെ അവർ നനച്ചുകൊണ്ട് കേട്ടോ. വണ്ടിയിൽ, ലോറിയിൽ ഇങ്ങനെ വെള്ളം വരിക, അതിലിങ്ങനെ പൈപ്പ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതിങ്ങനെ അവർ നനച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടാണ് കാര്യമായിട്ടുള്ള വർക്ക്. കുറച്ച് കാലമായിട്ട് എന്താണെന്നുള്ളൊരു ഐഡിയയിൽ കിട്ടാത്ത തോതിലുള്ളതായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി ഇവിടുത്തെ സർവീസ് റോഡ് താഴത്തുകൂടി പോകാമെന്നുള്ളത്. താഴത്തുകൂടി അല്ല കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ റീബ്ലോക്കൊക്കെ വെച്ച് ക്രാഷ് ബാരിയറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവിടെ മണ്ണെടുക്കൽ. ഇതുവരെ കോൺക്രീറ്റ് ഉണ്ടാവും. അത് കുറച്ചുകൂടി മുന്നോട്ട് കോൺക്രീറ്റ് വാൾ ഉണ്ടാവും അവിടെ. അതിൻ്റെ ലെവലിൽ കോൺക്രീറ്റ് വാൾ ഉണ്ടാവും. അതിനെ കൂടി കുറച്ച് ഇങ്ങോട്ടാവാനാണ് സാധ്യത. എന്താണെന്ന് വെച്ചാൽ ഇത് സർവീസ് റോഡ് അടിയിൽ കൂടി അല്ല കേട്ടോ. ഇതിങ്ങനെ എടുത്ത് കണ്ടാൽ വിചാരിക്കും അടിയിൽ കൂടി ആ സർവീസ് റോഡ് പോകുന്നതല്ല. ഇവർക്ക് അവർ ആറി ബ്ലോക്ക് ഇട്ട് കെട്ടി പൊക്കണമെങ്കിൽ 6 ബ്ലോക്ക് ഇട്ട് ഓരോ ലൈനും മണ്ണിട്ട് ടൈറ്റാക്കി കൊണ്ടുവരണം. അതിൻ്റെ നെറ്റൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ അതിനവർ കുറേ മണ്ണെടുത്തതിന് ശേഷം ആ വർക്ക് നടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വെറുതെ 6 ബ്ലോക്കൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ബ്ലോക്കിൻ്റെ വയ്ക്കാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ആ നെറ്റ് ഒരു 5-6 മീറ്റർ ഇങ്ങോട്ട് വിട്ടിട്ട് നെറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് വിരിച്ച് ഓരോ ലൈനിലും അങ്ങനെ നെറ്റ് വിരിച്ച് ഇങ്ങനെ മണ്ണ് പോകട്ടെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ മണ്ണ് ഒരിക്കലും അങ്ങോട്ട് തിക്കൂല. ആ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദ്രവിക്കാത്ത നെറ്റാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ മണ്ണെടുക്കലിൻ്റെ ആ ഒരു ജോലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നമ്മളെ പന്തിരങ്കാവ് ഭാഗത്ത് ഒരു വാള് മറിഞ്ഞ് വീണിഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷം എന്തായാലും KMC ഒന്നും കൂടിയും സെറ്റപ്പ് വർക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അടിയിലെ ഫൗണ്ടേഷൻ കണ്ടില്ലേ? ഫൗണ്ടേഷൻ ഒരു 1.5 മീറ്ററും കൂടി ഉള്ളോട്ട് കണ്ട് കൂട്ടിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ കൂടുന്നതിനനുസരിച്ചാട്ടോ ഈ വാളിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഈ വാളിന് പ്രത്യേകിച്ച് പിന്നെ ഇടയ്ക്ക് വേറെ പിടുത്തങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഫൗണ്ടേഷൻ, ഈ വാള് മറിയണമെങ്കിൽ ഫൗണ്ടേഷൻ അടക്കം അങ്ങനെ പൊങ്ങണ്ടേ. ഫൗണ്ടേഷൻ ഒരു 2-3 മീറ്ററും കൂടി വിട്ടാൽ ഒരിക്കലും അത് പൊങ്ങൂല. എന്താ വെച്ചാൽ ഈ മണ്ണായിട്ട് ഒരു ബന്ധമല്ല, മണ്ണ് ഇങ്ങനെ പൊങ്ങിപ്പോകണം. അപ്പോൾ ഫൗണ്ടേഷൻ കൂടുതൽ ഇടുന്നുണ്ടോ അതിനനുസരിച്ചാട്ടോ ഈ വാളിൻ്റെ ഉറപ്പ്. പിന്നെ കൂടുതൽ ഹൈറ്റിൽ പൊങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ 6 ബ്ലോക്കിൻ്റെ വർക്ക് ചെയ്യുന്നത്. പിന്നെ 6 ബ്ലോക്കിന് മണ്ണ് ചെത്തിയെടുത്ത ഭാഗങ്ങളിൽ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക്. ഇപ്പോൾ ഓരോ
ഏരിയക്കനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് ഇവർ വർക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ വലിയ ടീം വരുന്ന ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ നിന്ന് റോഡിൻ്റെ മുകളിൽ നിന്നുള്ള പൈപ്പാട്ടാ. ഇതൊക്കെയാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കറക്റ്റ് ലെവല് ആദ്യം ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടാട്ടോ വർക്ക് ഇങ്ങനെ പോവുക. ഇത് റോഡിൻ്റെ ലെവൽ ഇതാ ടാറിങ് വരുന്ന കറക്റ്റ് അടയാളാട്ടത്. ഏത് ഇതാ ഈ ലെവലിലാട്ടോ ഫൈനൽ ടാറിങ് വരിക. അതിനനുസരിച്ചാണ് അവർ പൈപ്പ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇനി ഈ ഭാഗത്തേക്കുള്ള വർക്ക് ക്യാമ്പ്സിൻ്റെ വർക്കിൽ ഏകദേശം നമ്മൾ കോഴിക്കോട് ഏരിയയിലെ 28 കിലോമീറ്റർ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള വർക്കിൽ ഇവിടെ കാര്യമായിട്ട് നടക്കാനുള്ള ഈ ഏരിയയിൽ ഹൈലൈറ്റ് ജംഗ്ഷൻ്റെ അവിടെയുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ വർക്കാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാറുള്ളത്. അതും ഇവിടെയുള്ള ചില്ലറ വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മലാപ്പറമ്പ് വരെയുള്ള വർക്കുകൾ ഫിനിഷ് ചെയ്യട്ടോ. നമ്മൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി കേട്ടോ. ഇപ്പോൾ തന്നെ ലൈക്കൊക്കെ ചെയ്താളി. ഇതാണ് നമ്മളെ ഏറ്റി പോകുന്ന വാഹനം ബജാജ്. ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 20 അടിയോളം ഹൈറ്റ് ഇവിടെ ഉണ്ട്. ഈ മണ്ണ് അവർ എടുത്ത് താത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ കുറേ ആ മണ്ണ് താഴ്ന്നു വരുന്ന ഭാഗം വരെ അവരത് പൊക്കും. നമ്മൾ ഈ സർവീസ് റോഡ് പോയത് കണ്ടില്ലേ, അതുപോലെ അല്ല അതിനെക്കാട്ടി ഒരു മീറ്റർ ഇവിടെ പൊങ്ങൂട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഹൈറ്റ് കൂടിയ ഭാഗമായതുകൊണ്ട് അതേ താഴ്ചയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീടുകൾക്കൊക്കെ പ്രശ്നമാകും. അപ്പോൾ അവർ അത് ചെയ്തതിന് ശേഷം പിന്നെ എന്നാലും ഉണ്ടാവും അവിടെ കുറച്ചൊരു മാറ്റം. അത് പിന്നെ അവരെന്തെങ്കിലും കോൺക്രീറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒരു വാൾ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സർവീസ് റോഡിൻ്റെ അവിടെ ഒരു വാൾ എന്തായാലും അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്. വീടാണോ ബിൽഡിങ്ങാണോ എന്താ അറിയില്ല. അപ്പോൾ അവരത് ഇതിനേക്കാൾ ഒരു മീറ്റർ പൊങ്ങുന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഷോർട്ട് ക്രീറ്റിന് പറ്റിയ പാറാട്ടോ. എടാ ഈ ഭാഗത്തുള്ള വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ലേ, സെറ്റാണ്, അടിപൊളി. ഫൈനൽ ടാറിങ് വരെ കഴിഞ്ഞ ഏരിയ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴത്തെ സർവീസ് റോഡിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ കാഴ്ച കേട്ടോ. അവിടെ ഉണ്ടോ, അവിടെ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഏകദേശം അവിടെ നമ്മളെ ഈ സർവീസ് റോഡ് അവസാനിക്കുന്ന വരെ അതും ഉണ്ടാവും കേട്ടോ. അതിനെക്കാട്ടി കുറച്ച് മുന്നോട്ട് കൂടുന്ന പറഞ്ഞില്ല, 1 മീറ്റർ 1.5 മീറ്റർ ഹൈറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി സർവീസ് റോഡിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അത് അവർക്ക് ഒരുപോലെ ചെയ്യുന്നതാണ് റോഡിൻ്റെ വൃത്തി. പക്ഷേ ഇത് അവർക്ക് അവിടെ ഉയരം കൂടിയ ഭാഗമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഭാഗത്ത് സർവീസ് റോഡിൽ ഏകദേശം ഇതുവരെയുള്ള ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് റെഡിയാക്കി ക്രാഷ് ബാരിയറൊക്കെ വെച്ച് സെറ്റാണ്. ഇനി ബാക്കിയുള്ള കോൺക്രീറ്റ് ടാറിങ് പരിപാടികളൊക്കെ കേട്ടോ കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അവിടേക്ക് അങ്ങനെ വർക്ക് അങ്ങനെ ഇറങ്ങി എങ്ങനെ പോവുകയാണ്. അവിടെ നല്ലൊരു ഹൈറ്റ് താഴ്ചയുള്ളൊരു ഏരിയ കേട്ടോ. അവിടെ നല്ലൊരു കോൺക്രീറ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അവിടെ നമ്മളെ ഇന്ത്യക്കാരൻ ബായി വെള്ളമൊക്കെ ആയിട്ട് പോവുക. വെയിൽ ഇന്നിപ്പോൾ വെയിൽ കുറച്ച് കുറവുണ്ട്, മഴക്കാറുണ്ട്, മഴ പെയ്യുമെന്നറിയില്ല എന്തായാലും. അപ്പോൾ ഇവിടെയുള്ള വീടുകൾക്കൊക്കെ ഏകദേശം ഒരു പാകമായിട്ടുണ്ട് ഹൈറ്റാട്ടോ അവിടെ വന്നത്. ഇപ്പോൾ ഇവർക്ക് ഇവരെ ഈ റോഡിനെ പഴയ റോഡ് ഇതിനെക്കാട്ടിയൊക്കെ ഒരു 1.5 മീറ്ററോളം താഴ്ചയിലായിരുന്നു. ഇപ്പോൾ ഒരു സർവീസ് റോഡ് വരുന്നതോടുകൂടി ഇവർക്കൊക്കെ നല്ലൊരു കിട്ടലാണ്. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നല്ലൊരു കിട്ടലാണ് ഈ റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്ക്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് റോഡ് കുറച്ച് പൊങ്ങിയതുകൊണ്ട് ഇവർക്ക് കറക്റ്റാണ്. ഇവിടെയൊക്കെ ഭൂമി ഇവരെ ഈ ഹൈറ്റുള്ള ഭൂമിയായിട്ട് ഈ സർവീസ് റോഡ് കറക്റ്റാണ്. അപ്പോൾ ഇവർക്കൊരു വിഷയമില്ല. അപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള റോഡും അതുപോലെ കറക്റ്റായിട്ട് റെഡി ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പഴയ ഒരു വീഡിയോ ആ ചേട്ടൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. വാട്സപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മളിതിൻ്റെ പഴയ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടാ ഈ റോഡൊക്കെ ഉണ്ടെങ്കിൽ പഴയ ഒരു റോഡ് അങ്ങോട്ടേക്കുള്ള റോഡൊക്കെയാണ്. അതൊക്കെ ഇതിനായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു താഴ്ചയിലായിരുന്നു കേട്ടോ റോഡൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ് പോകണത്. അതിന് പക്ക റെഡിയായി കറക്റ്റായിട്ടുണ്ട്. ഈ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഉണ്ടോ,
അതാണ് ചിലവർക്ക് നല്ല കിട്ടാനാണ്, ചിലവർക്ക് നല്ല ബുദ്ധിമുട്ട്. റോഡ് ഇഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള ആ മിക്സിംഗ് ഓട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എംസാൻഡൊക്കെ കൂടിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ പേരിങ്ങനെ മറന്നു പോകും, അതാണ് സംഭവം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കിന്. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ബിൽഡിംഗ് എന്നുണ്ട് കേട്ടോ, 24 ലെയറുള്ള ഒരു ബിൽഡിങ്. ഇത് ഏതാ ടീമിൻ്റെതാ അവിടെ ഉണ്ടാവും പേര്. അത് ക്രസൻറ്റ് ബിൽഡിങ്ങിലാണ്. ക്രസൻറ്റ് ബിൽഡിങ് കോഴിക്കോടുള്ള പ്രധാന ടീമുകൾ കേട്ടോ, സ്കൈലൈൻ ആൻഡ് ക്രസൻറ്റ്, പിന്നെ ഗാലക്സി, ഹൈലൈറ്റ് മാൾ, ലാൻഡ്മാർക്ക്, PVS, ഇവരൊക്കെ കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബിൽഡിങ്ങിൻ്റെ ആൾക്കാർ. ബാക്കി അതാ എനിക്കറിയില്ല. അൽഹിന്നുണ്ട്. അപ്പോൾ അതല്ലല്ലോ നമ്മൾ വിഷയം നമ്മളെ റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തൊണ്ടയാടിലേക്ക് പോണ വളവാട്ടത് കേട്ടാ. അവിടുന്ന് തൊണ്ടയാട് ബ്രിഡ്ജും കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊള്ളിക്കുക. അപ്പോൾ നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ ഇപ്പം എൻ്റെ കാഴ്ചയിൽ ഒരു 80% വർക്ക് ഫിനിഷിങ് കേട്ടോ. ഇനി ഒരു 20%. അതിൽ പ്രധാനമായിട്ടുള്ള ഭാഗമാണ് നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ, പിന്നെ ഹൈലൈറ്റ് മാള്, പിന്നെ കോരപ്പുഴ ഭാഗത്ത് കോരപ്പുഴത്തിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ ഗാഡർ എടുത്ത് വെക്കുന്ന ജോലി. അതുള്ളൂ കേട്ടോ കാര്യമായിട്ടുള്ള വർക്ക്. അറപ്പേതാ ഗാഡർ എടുത്ത് വെച്ച് കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ ക്യാംസി ഏകദേശം ഈ വർഷം അവസാനം തന്നെ ഫിനിഷ് ആക്കുന്നുള്ള മട്ടത്തിലാണ്. അതിന് മട്ടെന്ന് പറയാൻ മലാപ്പറമ്പ് തുടങ്ങിയാലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മലാപ്പറമ്പ് തുടങ്ങണത് നിങ്ങളെ കാണില്ല. മലാപ്പറമ്പ് എന്തായാലും പെട്ടെന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് തീർക്കണം. ഒരു ഹൈവേ ക്രോസിംഗ് ആണ്, നമ്മുടെ വയനാട് മൈസൂർ ഹൈവേ ക്രോസിംഗ് ഉള്ള ഒരു ജംഗ്ഷനാണത്. അപ്പോൾ നല്ല തിരക്കുള്ള ജംഗ്ഷനാണ്. അവിടെ കണ്ടറിഞ്ഞിട്ട് വേണം വർക്ക് എടുക്കാനായിട്ട്. ഈ ഭാഗത്ത് അതുപോലെ വാളൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹൈവേകളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ആംബുലൻസുകളൊക്കെ സെറ്റപ്പായിട്ട് പോകട്ടോ. അതാണ് ഇതിലുള്ള പ്രധാന ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആംബുലൻസുകൾക്ക് ലോങ്ങിൽ നിന്നൊക്കെ പെട്ടെന്ന് മെഡിക്കൽ കോളേജും വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ എത്താൻ പറ്റും. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊള്ളിക്കട്ടോ. മറ്റു ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ തൊണ്ടയാട് വരെ ഇതെക്കണം. തൊണ്ടയാട് വരെ ഈ വളവ് കഴിഞ്ഞ് തൊണ്ടയാട് വരെ പിന്നെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയയാണ്. ഈ സൈഡ് സർവീസ് റോഡിൻ്റെ വർക്ക് ഇത് അങ്ങനെ അവിടെ പോകാണ്ട്. അവിടെ തൊണ്ടയാട് പാലത്തിൻ്റെ ചൂട് വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്കുണ്ട്. അതുവരെയുള്ള വർക്ക് അത്രയും ഫിനിഷിങ്ങിലാണ്. ഇപ്പം നമ്മുടെ രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെയുള്ള വർക്ക് ചില്ലറ വർക്ക്. കാര്യമായിട്ടുള്ള ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നമ്മളെ ലാൻഡ്മാർക്കിൻ്റെ അവിടെയുള്ള ഭാഗം, ചെറിയൊരു ഭാഗം, അതാണ് കാര്യമായിട്ടുള്ള വർക്കുള്ളത്. ബാക്കിയൊക്കെ ഫിനിഷിങ്ങാണ്. അപ്പോൾ സ്നേഹിതന്മാരെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.